ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ UAE എന്ന രാജ്യം ഒന്നാമതെത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പാരീസിൽ പോകുന്ന പോലെ, ഇല്ലെങ്കിൽ അമേരിക്ക കാണാൻ പോകുന്നു, UK കാണാൻ പോകുന്നു, യൂറോപ്പിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നു, ഇല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ പോലും പണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ദുബായ് കാണാൻ പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ UAE കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ UAEയിലൊരു വലിയ മാറ്റം അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു മാറ്റമാണ്. അതെ, പക്ഷെ അത് വലിയ മികച്ച രീതിയിലായിരിക്കുന്നു. അത് ലോകത്തിനെ തന്നെ കൊണ്ടെത്തിക്കുന്ന, അവിടേക്ക് ആകർഷിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതെ, അത് UAEയുടെ മാത്രം സന്തോഷമല്ല. UAE എന്നും നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ്. ഒരു ചരിത്ര സംഭവം പലപ്പോഴും പലരും ഓർക്കാറില്ല. UAEയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. അത് അങ്ങനെ ഒരു കാലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ ഈ കച്ചവടക്കാരുടെ കമ്മ്യൂണിറ്റിയാണല്ലോ. അവർ ഇന്ത്യൻ സുഗന്ധദ്രവ്യങ്ങൾ യൂറോപ്പിൽ എത്തിച്ച് സമ്പന്നന്മാരായി തീർന്ന ഒരു പാരമ്പര്യമുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയോട് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ കടപ്പാടുമുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. മാത്രമല്ല പിൽക്കാലത്ത് എടുത്തോളൂ. പിൽക്കാലത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ, പ്രത്യേകിച്ച് മലയാളിയുടെ ജീവിതത്തിൽ UAE ചെലുത്തിയ സ്വാധീനം ചെറുതല്ലല്ലോ. അപ്പോൾ ആ രാജ്യം പക്ഷേ വലിയ വളർച്ചയാണ് നേടുന്നത്, അതിവേഗത്തിൽ. വളരെ ബോധപൂർവമായ, വളരെ ആസൂത്രിതമായ വളർച്ച അവർ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ടൂറിസം മേഖലയിലാണ്. ലോകത്ത് ഈ ടൂറിസ്റ്റ് ഫുട്ഫോൾസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെല്ലുന്ന കേന്ദ്രങ്ങൾ, അതിൻ്റെ കണക്കെടുക്കും എല്ലാ കൊല്ലം. WTO ആണ് കണക്കെടുക്കുക. എന്ന് വെച്ചാൽ വേൾഡ് ടൂറിസ്റ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ആ കണക്ക് പലപ്പോഴും മാറാറുണ്ട്. പക്ഷേ എന്നാലും ബെസ്റ്റ് 7 എന്ന് പറഞ്ഞൊരു കണക്ക് എല്ലാ കൊല്ലം എടുക്കാറുണ്ട്. ഈ കൊല്ലത്തെ ബെസ്റ്റ് 7ൽ UAE ആണ് ഒന്നാമത്. അപ്പോൾ ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും പിന്നെ ആരായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ കൂട്ടത്തിൽ വരുന്ന ഒന്ന് തായ്ലൻഡാണ്. അവിടെ ആളുകൾ പോകുന്നത് മറ്റു പല കാരണങ്ങൾക്കുമാണ്. പിന്നെ ഈ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ളത് ഇസ്താൻബുളിൽ ആണ്. ഈ ബെസ്റ്റ് 7ൽ വരുന്ന ദുബായ് അല്ലാത്ത മറ്റ് 6 കേന്ദ്രങ്ങൾ, ഒന്ന് തായ്ലൻഡിലെ ബാങ്കോക്കാണ്, ഇസ്താൻബുളാണ് തുർക്കിയിലെ, പിന്നെ ലണ്ടൻ. തീർച്ചയായിട്ടും ആളുകൾക്ക് അവസരം കിട്ടിയാൽ ഏത് ലോകത്തിൽ എവിടെ ജീവിക്കുന്നവനും ഒന്ന് ലണ്ടനിൽ പോകാൻ ആഗ്രഹിക്കുമല്ലോ. ലണ്ടൻ തീർച്ചയായിട്ടും അത് എപ്പോഴും ഈ ബെസ്റ്റ് 7ൽ വരാറുണ്ട്. പിന്നെ ഹോങ്കോങ്, പുതിയ തലമുറ ഏറ്റവും കൂടുതൽ കാണാനും ആഗ്രഹിക്കുന്ന ആ നവീനമായ നഗരം എന്ന നിലയ്ക്ക് ചൈനയുടെ അധീനതയിലുള്ള ഹോങ്കോങ്ങിൽ പോകും. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു സ്ഥലം മെക്കയാണ്. മെക്കയിൽ ഈ പിൽഗ്രിമേജിന് പോകുന്നതാണ്, ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ മെക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ലോകത്തിലെ 7 നഗരങ്ങളിൽ ഒന്ന് എപ്പോഴും ഇങ്ങനെ മെക്കയായിട്ട് നിൽക്കാറുണ്ട്. പിന്നെ അതുപോലെ തുർക്കിയിലെ ആന്തല്യ എന്ന് പറയുന്ന നഗരമുണ്ട്. അതും ഇതുപോലെ ടൂറിസത്തിൽ അടുത്ത കാലത്ത് മുമ്പിൽ വന്ന. അപ്പോൾ എന്തായാലും ഈ 7 നഗരങ്ങളിൽ ഒന്നാമത് UAE വന്നിരിക്കുന്നു. രണ്ടാമത് WTO എന്ന് പറയുന്ന ലോകത്തിലെ ടൂറിസത്തെ കൺട്രോൾ ചെയ്യുന്ന, ടൂറിസത്തെ മെച്ചപ്പെടുത്തുന്ന, ടൂറിസത്തെ ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ്. ആഗോള അംഗീകാരമുള്ള ഏജൻസിയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അംഗീകാരമുള്ള ഏജൻസിയാണ്. ആ ഏജൻസിയുടെ തലപ്പത്ത് സെക്രട്ടറി ജനറൽ പോസ്റ്റിൽ ഇത്തവണ വന്നിരിക്കുന്ന ഒരു UAE-കാരിയാണ്. UAEക്ക് വന്നു. ആദ്യത്തെ ലേഡിയും കൂടിയാണ്. UAE-കാരി വന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ തലപ്പത്ത് വരുന്ന ആദ്യത്തെ വനിതയാണ്. ഷെയ്ഖ നാസർ അൽ നുവൈസ് എന്നാണ് അവരുടെ പേര്. ഷെയ്ഖ നാസർ. ഷെയ്ഖിൻ്റെ സ്ത്രീലിംഗമാണ്. ഷെയ്ഖ് ആണല്ലോ അവിടുത്തെ അമീർ. അപ്പോൾ ഷെയ്ഖിൻ്റെ സ്ത്രീലിംഗമാണ് ഷെയ്ഖ നാസർ അൽ നുവൈസ് എന്നാണ് അവരുടെ പേര്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരാണ് അവിടുത്തെ റൊറ്റാന ഹോട്ടൽ, UAEയിൽ നമുക്ക് വ്യാപകമായിട്ടുള്ള വലിയ ഹോട്ടൽ നെറ്റ്വർക്കാണ് റൊറ്റാന. അതിൻ്റെ ഓണറാണ്, അതിൻ്റെ ഉടമസ്ഥയാണ് അവർ. അപ്പോൾ ആ നിലയിലാണ് അവർ ഇതിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ അവർക്ക് ആ അംഗീകാരം കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിനേക്കാളേറെ ഇപ്പോൾ എടുത്തു നോക്കൂ, ഇപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയെ പോറ്റി വളർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യർക്കാണ്. ഇന്ത്യക്കാരിപ്പോൾ ഏതാണ്ട് 35 ലക്ഷം ഇന്ത്യക്കാർ UAEയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നു എന്നാണ്. അതിൽ തന്നെ ഏതാണ്ട് 10 ലക്ഷത്തോളം മലയാളികളാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് UAEയുടെ സന്തോഷം നമ്മുടെയൊക്കെ സന്തോഷമാണ്. UAE എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. അതായത് ഈ എമിറേറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, ഒരു നാട്ടുരാജ്യം. അങ്ങനെയുള്ള 7 രാജ്യങ്ങളെ ചേർത്ത്, അതാണ് ഇമാറാത്തി എന്ന് പറഞ്ഞാൽ. അവർ നമ്മളിപ്പോൾ ഇന്ത്യക്കാരെ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത് പോലെ എമിറേറ്റ്സുകാരെ ഇമാറാത്തികൾ എന്നാണ് വിളിക്കുക. ഈ ഇമാറാത്ത് എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യമാണ്. അങ്ങനത്തെ 7 നാട്ടുരാജ്യങ്ങൾ ചേർത്താണ് UAE ഉണ്ടാക്കുന്നത്, UAE സ്ഥാപിച്ചത്. അങ്ങനെയാണ് അതൊരു വലിയ രാജ്യമായിട്ട് മാറിയത്. 7 നാട്ടുരാജ്യങ്ങളെല്ലാം വളരെ നമുക്ക് ഏറെക്കുറെ എല്ലാം പ്രിയപ്പെട്ടതാണ് നമുക്ക്. അബുദാബി ഉണ്ട്, അതിനകത്ത് ദുബായ് ഉണ്ട്, ഷാർജ ഉണ്ട്, ഫുജൈറ ഉണ്ട്, റാസൽ ഖൈമ ഉണ്ട്,
പിന്നെ വേറെ അജ്മാനുണ്ട്, വേറെ ഉമ്മുൽ ഖുവൈൻ, അതാണ് വേണ്ടത്ര അത്ര പരിചയം ഉണ്ടാവും. കേട്ടിട്ടില്ലാത്തൊരു പേര്. പക്ഷെ വേറെ ഗുണമുണ്ട്, നിങ്ങൾ UAE വിസയിൽ ചെന്നാൽ ഇവിടെയൊക്കെ പോകാം നമുക്ക്. എല്ലാ രാജ്യങ്ങൾക്കും ഒറ്റ വിസയാണ്, അങ്ങനെ പോയി വരാൻ പറ്റും. ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടായ രാജ്യമാണ്. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഒറ്റ രാഷ്ട്രമായി അംഗീകാരം നേടിയതാണ്. ഇപ്പോൾ അബുദാബിയാണ് തലസ്ഥാനം. അബുദാബിക്കാരിയാണ് ഇവർ, ഈ നുവൈസ്. അപ്പോൾ ഷെയ്ഖ നാസർ അൽ നുവൈസ്. അപ്പോൾ റൊത്താന ഹോട്ടലിൻ്റെ ഓണറാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് UAE ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇത്ര മുന്നേറിയത്? ഇപ്പോൾ നമുക്ക് നോക്കി നിൽക്കുന്ന എൻ്റെയും നിൻ്റെയും ഒക്കെ ഓർമ്മയിൽ നിൽക്കുന്ന കാലത്താണ് അവർ മുന്നേറിയത്. അങ്ങനെ മുന്നേറിയത് വെറുതെ വന്നതല്ല, യാദൃച്ഛികമായ ആളുകൾ നാട് കാണാൻ വേണ്ടി വന്നതല്ല. ലോകമെങ്ങുമുള്ള മനുഷ്യരെ UAEയിലേക്ക് വരുത്താൻ ആവശ്യമായ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിൻ്റെ ഫലമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇക്കൊല്ലത്തെ ഒരു കണക്ക്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനൽ പൂർത്തിയായി വരുന്നത് അവിടെയാണ്. ദുബൈയിലെ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട്, അവിടുത്തെ ഷെയ്ഖിൻ്റെ പേരായിരുന്നല്ലോ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇപ്പോൾ ഇതാ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. പൂർത്തിയായി വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനലാണ്. ആ ടെർമിനലിൻ്റെ വലിപ്പം എങ്ങനെ കണക്കാക്കുക? അറ്റ് എ ടൈം ഒരേ സമയത്ത് എത്ര യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇമിഗ്രേഷൻ പരിശോധന, അവർക്ക് വിശ്രമം, വിനോദം, അവർക്ക് ഷോപ്പിംഗ്, അവർക്ക് റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റീസ്, ഇതൊക്കെ കിട്ടുന്ന ഈ എയർപോർട്ട് ടെർമിനൽ എന്ന നിലക്കാണ് ഇവർ ഒരു കണക്ക് ഇങ്ങനെയാണ്, ഒരേ സമയം 260 മില്യൺ യാത്രക്കാർക്ക് സൗകര്യമുണ്ട്. 10 ലക്ഷമാണ് ഒരു മില്യൺ, അറിയാലോ. അപ്പോൾ ഏതാണ്ട് 2.5 കോടി മനുഷ്യർക്ക് ഒരുമിച്ച് ഒരു എയർപോർട്ടിൽ വന്നിരിക്കാം. കേരളത്തിന്റെ പകുതി മുക്കാൽ ജനങ്ങൾക്ക് ഒരേ സമയം എന്തൊരു ആലോചിച്ചു. അതാണ് എൻ്റെ കാര്യം, 260 മില്യൺ യാത്രക്കാർക്ക്. മാത്രമല്ല UAEയിലെ വിമാനത്താവളങ്ങൾ, UAEയിലുള്ള പ്രധാനപ്പെട്ട ഈ 7 എമിറേറ്റ്സിലുള്ള വിമാനത്താവളങ്ങൾക്ക് കഴിഞ്ഞ 10 കൊല്ലത്തെ ഒരു കണക്ക് പറയുന്നവർ 1 ബില്യൺ യാത്രക്കാർ വന്നു എന്നാ. 1 ബില്യൺ, മില്യൺ അല്ല, 100 കോടി യാത്രക്കാർ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ദുബായിൽ വന്നു പോയി എന്നാണ്. അവിടുത്തുകാരല്ല, പുറമേ നിന്ന് വന്നുപോയി. അതാണ് അവരുടെ വിജയം, അതാണ് ഏറ്റവും വലിയ വിജയം. മാത്രമല്ല 2025 വർഷം പൂർത്തിയാകുമ്പോൾ അവരുടെ എസ്റ്റിമേറ്റഡ് കണക്കനുസരിച്ച് ഇക്കൊല്ലം മാത്രം 160 മില്യൺ യാത്രക്കാർ വരും. 160 മില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.5 കോടി മനുഷ്യർ ഈ ഒരൊറ്റ വർഷം വരും. ഇതനുസരിച്ച് ആളുകൾ വരുമ്പോൾ വെറുതെ വന്നു പോവില്ലല്ലോ, അതുണ്ടാക്കുന്ന വരുമാനം, അതാണ് UAEയെ സമ്പന്നമാക്കുന്നത്. UAEയിലെ GDPയുടെ ഏതാണ്ട് 13% ഈ ടൂറിസ്റ്റുകൾ കൊടുക്കുന്ന കാശ. ഏതൊക്കെ തരത്തിലാണ്? വിസ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റിന് തന്നെ കിട്ടുന്ന വരുമാനം 2024 ഒരൊറ്റ കൊല്ലം മാത്രം 257.3 ബില്യൺ ദിർഹമാണ്. 257 ബില്യൺ ദിർഹം ഗവൺമെൻറ്റിന് മാത്രം കിട്ടുന്ന ചാർജാണ്. ഇനി ഇവർ വന്നിട്ട് കൺവെർട്ട് ചെയ്തിട്ട് ദിർഹം വാങ്ങുമല്ലോ. UAEയിൽ ചിലവഴിക്കാൻ ദിർഹം കൺവെർട്ട് ചെയ്തിട്ട് അങ്ങനെ ആ പണം അവിടെ തന്നെ ചിലവഴിച്ചു പോകും. അല്ല, അതൊന്ന് ആലോചിച്ച് നോക്കും, രാജ്യത്തിൻ്റെ പുരോഗതി. ഇത്രയും എമൗണ്ട് കൺവെർട്ട് ചെയ്ത് നമ്മൾ ഇന്ത്യൻ റുപ്പി കൊടുത്ത് ദിർഹം എടുത്തു കഴിഞ്ഞാൽ ആ ദിർഹം അവിടെ ചിലവഴിച്ച് പോരുമല്ലോ, തിരിച്ചു കൊണ്ടുപോകുന്നൊരു കാര്യമില്ലല്ലോ. അങ്ങനെ ചിലവഴിച്ച ദിർഹമിൻ്റെ കണക്ക് ഈ 2024 ഒറ്റ കൊല്ലം മാത്രം 217.3 ബില്യൺ ദിർഹമാണ്. എക്സ്ചേഞ്ചിലൂടെ മാത്രം ചെലവഴിച്ചത്. ഇതൊക്കെ അവർക്ക് വരുമാനമാണല്ലോ. വേറൊന്ന്, ഹോട്ടലുകളിൽ കിട്ടിയ കാശ്. ഇവർ താമസിക്കാൻ ഹോട്ടലുകളിൽ ക്രെഡിറ്റ് കാർഡായിട്ടും ഒക്കെ കൊടുക്കുമല്ലോ. ഹോട്ടലുകളിലെ കണക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും നമ്മൾ. ഈ കൊച്ചു രാജ്യം, ഇപ്പോൾ ഈ പറയുന്ന 7 നാട്ടുരാജ്യം എന്നൊക്കെ പറഞ്ഞാൽ ഏരിയ കുറവാണ്, കൊച്ചു രാജ്യമാണ്. ആ രാജ്യത്ത് 1243 ഹോട്ടലുകളുണ്ട്. അത്രയും ഹോട്ടലുകളിലായിട്ട് ഏതാണ്ട് 2.16 ലക്ഷം മുറികളുണ്ട്. ഈ ഹോട്ടലുകൾക്ക് കിട്ടിയ 2020 ഒരൊറ്റ കൊല്ലത്തെ വരുമാനം, ഈ കഴിഞ്ഞ 2024 ഒറ്റ കൊല്ലത്തെ മാത്രം വരുമാനം 45 ബില്യൺ ദിർഹമാണ്. 45 ബില്യൺ ദിർഹമാണ്. ഇനി ഇവർക്ക് ഈ 2025 ഒരൊറ്റ കൊല്ലം മാത്രം ഇവർ പ്രതീക്ഷിക്കുന്നത് 33 മില്യൺ അതിഥികളെയാണ് 2025. അത്രയും പ്ലാനാണ്. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല. അത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ, വിമാനത്താവളം തൊട്ട് ഹോട്ടലുകൾ തൊട്ട് ബോധപൂർവം യാത്രക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിഥികൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന സൗകര്യങ്ങളാണ് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ടൂറിസ്റ്റ് സൗകര്യങ്ങൾ, വിനോദ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട മേഖലയിൽ കൂടി അവർ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്കിപ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ല. അത് ഏതാണെന്നറിയോ? പബ്ലിസിറ്റിയിലാണ്, പ്രചാരണത്തിൽ.
പ്രചാരണത്തിൽ അവർ നടക്കുന്ന ചിലവില്ല. അവരാണ് കഴിഞ്ഞ 5 എഡിഷനായിട്ട് കഴിഞ്ഞ 5 കൊല്ലമായി തുടർച്ചയായിട്ട് നടത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ പേര് വേൾഡ്സ് കൂളസ്റ്റ് വിൻ്റർ എന്നാണ്. വേൾഡ് കൂളസ്റ്റ് വിൻ്റർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള വിൻ്റർ ആസ്വദിക്കണോ വരൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ അവർ ഇതുവരെയായിട്ട് 1.2 ബില്യൺ ആളുകളിലേക്ക് എത്തി. 1.2 ബില്യൺ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഏതാണ്ട് 120 കോടി മനുഷ്യരിലേക്ക് എത്തി. 120 കോടി മനുഷ്യർ, ആകെ 700 കോടിയാണ് ലോകത്ത് മനുഷ്യരുള്ളത്. അതെ, 120 കോടിയിലേക്ക് ഈ ഒരൊറ്റ ക്യാമ്പയിനിലൂടെ പ്രചാരണം നടത്താൻ പറ്റി. പ്രചാരണത്തിന് വേറൊരു വശവും കൂടെ ഉണ്ട്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ ചൂടാണല്ലോ, അവരെ ആ ഒരു ധാരണയെ തിരുത്തുക കൂടിയാണ്. തീർച്ചയായിട്ടും അതാണ് ഈ ഏറ്റവും ചൂടുള്ള മരുഭൂമിയിലെ ഒരു രാജ്യം പറയുകയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവിക്കാൻ ഇങ്ങോട്ട് വരൂ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിജയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ചോദ്യം ഇതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും UAE സന്തോഷം നമ്മുടെ കൂടി സന്തോഷമാണ്. അവരുടെ വളർച്ച നമുക്ക് കൂടി വലിയ ആനന്ദം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കാർക്ക് ഇതുകൊണ്ട് ഈ നേട്ടം കൊണ്ട് എന്തൊക്കെ പ്രയോജനം ഉണ്ടാകും? ഒന്നാമത്തെ പ്രയോജനം, ഇന്ത്യൻ യാത്രക്കാർക്ക് കൂടുതൽ യാത്രക്കാർ വരുമ്പോൾ കുറെ കൂടി കോമ്പറ്റീറ്റീവായിട്ട് കുറച്ചുകൂടി എക്കണോമിക്കായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. യാത്രാ ചെലവാണ് നമുക്ക് UAEക്കുള്ളൊരു വലിയ പ്രശ്നം. അതിൽ കുറവ് വരാനുള്ള സാധ്യത കാണുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, എയർലൈൻസുകൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള എയർലൈൻസുകൾക്ക് കുറെ കൂടി ധാരാളം ബിസിനസ് സാധ്യതകൾ. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഈ സെക്ടറിൽ ഇൻഡോ ഗൾഫ് സെക്ടറിൽ ഇൻഡിഗോ ഉണ്ട്. ഇപ്പോൾ എയർലൈൻസ്, ഇപ്പോൾ എയർ ഇന്ത്യ നമ്മുടേത് പ്രൈവറ്റ് ആണല്ലോ, നമ്മുടെ ആണെങ്കിലും പ്രൈവറ്റ് ആണ്. ഇൻഡിഗോ പ്രൈവറ്റ് ആണ്, വിസ്താര പ്രൈവറ്റ് ആണ്. ഇവരൊക്കെ നടത്തുന്ന സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർവീസുകൾക്കൊക്കെ കുറേ കൂടി സാധ്യത കൂടുന്നു. യാത്രക്കാർ കൂടുമ്പോൾ അവർക്ക് വരുമാനവും സർവീസും കൂടും, ബിസിനസ് കൂടുന്നു. വേറൊന്ന്, ഇന്ത്യയിലെ ഈ ഇന്ത്യൻ ഹോട്ടൽ വ്യവസായികൾക്ക് കൂടുതൽ സാധ്യത കൂടുന്നു. കാറ്ററിങ്ങുകാർക്ക്, അതുപോലെ ടൂറിസ്റ്റ് ട്രാവൽ ഏജൻസികൾക്കൊക്കെയുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. വേറൊന്ന്, ഇന്ത്യയും UAEയും തമ്മിൽ ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് നടക്കുന്നൊരു മേഖല ഈ മെഡിക്കൽ ടൂറിസമാണ്. ആയുർവേദത്തിന് വലിയ സ്കോപ്പ് ഉണ്ട്. അത് അവിടെ തുടങ്ങുന്ന ഈ മസാജുകൾ, വെൽനസ് സ്പാകൾ ഒക്കെ ഇന്ത്യൻ ആയുർവേദത്തിനാണ് വലിയ മാർക്കറ്റ്. ഒപ്പം ഇവിടുത്തെ പല ആയുർവേദ സെൻ്ററുകളും ഞാൻ കണ്ടത് ഏറ്റവും നന്നായി അവർ കാശ് കൊടുക്കുന്ന കസ്റ്റമേഴ്സൊക്കെ അറബ്സാണ്. അവർക്ക് ദിർഹമായിട്ടും റിയാലായിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയ സംഖ്യയാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ അത് വലിയ സംഖ്യയായിരിക്കും. അങ്ങനെയുള്ള ബിസിനസ്സും കൂടി വരും. വേറെ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കലാരംഗത്തുള്ള പുരോഗതിയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഏറ്റവും നല്ല സംഗീതം, ഇനി സംഗീതജ്ഞന്, സിനിമക്കാരന്, നാടകക്കാരന്, നർത്തകർക്ക് ഒക്കെ നല്ല വരുമാനം കിട്ടണമെങ്കിൽ എവിടെ പോയി നടത്തണം? അത് UAEയിൽ പോയി നടത്തണം. അപ്പോൾ അതൊക്കെ നമ്മുടെ ആളുകൾക്ക് ഗുണം ചെയ്യും. ഒപ്പം അവിടുത്തെ തൊഴിൽ മേഖല, 35 ലക്ഷം ഇന്ത്യക്കാരവിടെയുണ്ട്, ഏതാണ്ട് 10 ലക്ഷത്തോളം മലയാളികളുണ്ട്. അവരുടെ തൊഴിൽ മേഖല കുറെ കൂടി ശക്തിപ്പെടും. ഇപ്പോൾ ഉള്ളവർക്ക് കൂടുതൽ വരുമാനമുള്ള ജോലി കിട്ടും, ഇല്ലാത്തവർക്ക് പുതിയ സാധ്യതയും കിട്ടും. എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു വലിയ നേട്ടമാണ് UAE നേടിയിരിക്കുന്നത്. അതാണ് അവരുടെ ടൂറിസം രംഗത്തെ നേട്ടം. ആ നേട്ടത്തിൽ അവരെക്കാൾ സന്തോഷിച്ചുകൊണ്ട് UAEയെ നമുക്ക് അഭിനന്ദിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.